സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് രാജ്യം ഒരുങ്ങുകയാണ്. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം. ഡൽഹി ഉൾപ്പെടെ കനത്ത സുരക്ഷയിലാണ്. 200ഓളം പഞ്ചായത്ത് പ്രതിനിധികളും തെരഞ്ഞെടുത്ത 75 യുവ എഴുത്തുകാരും നാളെ ഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പ്രത്യേക അതിഥികളാകും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ്. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നിന്നാണ് ബൽറാം നമുക്കൊപ്പം ചേരുന്നത്. രാജ്യം മുഴുവൻ ഉറങ്ങിക്കിടന്നപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് കാല് കുത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായി മാറിയ ഭാരതം, ആത്മാഭിമാനമുള്ള ഭാരതീയൻ്റെ മാന്യമായ കിടപ്പറ വെള്ളക്കാരൻ്റെ ജയിലറയാണെന്ന് നമ്മളെ പഠിപ്പിച്ച പ്രക്ഷോഭകാരികളെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ബൽറാം പറയും. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. രാജ്യം 79ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഒരു നിറവിലാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. ഡൽഹിയിൽ എല്ലാ തെരുവുകളിലും ത്രിവർണ്ണ പതാകകൾ, ത്രിവർണ്ണ നിറമുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണാം ഈ ചെങ്കോട്ടയിൽ ഈ ചടങ്ങുകൾ, പ്രധാന ചടങ്ങുകൾ നടക്കുന്ന വേദിയാണ് ഇത്. ഇവിടെ എല്ലാം തന്നെ ത്രിവർണ്ണ പതാകകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ 7:30 ചെങ്കോട്ടയിലെ വേദിയിൽ വെച്ചായിരിക്കും പതാക ഉയർത്തുക. തുടർന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുക. തുടർച്ചയായി 12ാം തവണയാണ് നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയും ചെയ്യുന്നത്. നാളെ അദ്ദേഹം തൻ്റെ ഓരോ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും പ്രത്യേക പ്രഖ്യാപനങ്ങളും പ്രത്യേക സന്ദേശങ്ങളും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം അടക്കമുള്ളവയുടെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും അദ്ദേഹം നാളെ നടത്തുന്ന പ്രസംഗം എന്നുള്ളത് രാജ്യം കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെയും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത ഇത്തവണ സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്ത് എല്ലായിടത്തും പുലർത്തുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, പ്രധാന നഗരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ പ്രത്യേക പരിശോധനകൾ, ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ചെങ്കോട്ടയിൽ നാളെ അതീവ സുരക്ഷ നാളത്തെ ആഘോഷത്തിനായി ഒരുക്കിയിരിക്കുന്നു. 10,000-ഓളം ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെയും ഇതുകൂടാതെ അർദ്ധസൈനിക വിഭാഗങ്ങളെയും സൈനിക ഉദ്യോഗസ്ഥരെയുമാണ് ഈ ചെങ്കോട്ടയിലെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. കൂടാതെ 3,000-ഓളം ഡൽഹി പോലീസിൻ്റെ ട്രാഫിക് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. ഇത്തവണ AI ക്യാമറകൾ അടക്കമുള്ള ഇത്തരത്തിൽ നിലവിൽ കുറ്റവാളികളുടെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള AI ക്യാമറ സംവിധാനവും നിങ്ങൾക്ക് പുറമെ വാഹനങ്ങൾക്കടിയിൽ ബോംബ്, മറ്റ് ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന പ്രത്യേക സ്കാനിംഗ് സംവിധാനവും ഈ ചെങ്കോട്ടയോട് ചേർന്ന് കിടക്കുന്ന 5 പാർക്കിംഗ് ഏരിയകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹി നഗരത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും തന്നെ ഒരുക്കിയിരിക്കുന്നു. നാളെ ഈ പഞ്ചായത്ത് ജനപ്രതിനിധികൾ 200 പേർ 28 സംസ്ഥാനങ്ങളിൽ നിന്നായി ഈ ചടങ്ങിൽ പ്രത്യേക അതിഥികളായി പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 75 യുവ സാഹിത്യകാരന്മാർ ഇവരെ കൂടാതെ തന്നെ 171 പ്രത്യേക അതിഥികൾ, അത് വനിതാ ശാക്തീകരണം അടക്കമുള്ള മേഖലകളിൽ പ്രവർത്തിച്ച് വലിയ സംഭാവനകൾ ചെയ്ത 171 പേർ, അതിൽ കുട്ടികളടക്കമുള്ളവർ ഈ പ്രത്യേക അതിഥികൾ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും രാജ്യം ആഘോഷത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ്. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.